ഇവിടെ നല്ല രസാട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഈവനിങ്. ഓ ഗോഡ്, പറഞ്ഞ അർജുന ആദ്യമായിട്ടാണ് ഇത്രയും ക്ഷമയോട് കൂടി അനങ്ങാതിരിക്കണത് ഞാൻ കാണും. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷ് അർജുൻ. സോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വയനാട് സീരീസ് വ്ളോഗ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ലൈക്ക് ദ വീഡിയോ. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ താഴത്തുനിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ജീപ്പിലാണ് 900 കണ്ടിയിലോട്ട് പോകുന്നത്. അവിടെ ആക്ടിവിറ്റീസ് കാര്യങ്ങൾക്കായിട്ടാണ് നമ്മൾ ജീപ്പിൽ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡേ നമ്മൾ ബോച്ചെ 1000 ഏക്കറിൽ സിപ്പ് ലൈൻ, ജെയിൻ്റ് സ്വിങ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 900 കണ്ടി എക്കോ പാർക്കിലാണുള്ളത്. മറ്റേ ചുറ്റും കാടാണ് കേട്ടോ, ബാക്കിലൊക്കെ ഇവിടെയൊക്കെ കാടാണ്. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റീസിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് 2 പേർക്കും 250 ആണ് ടിക്കറ്റ് വരുന്നത്. അതായത് താഴെ നിന്ന് നമ്മൾ ജീപ്പ് എടുക്കണം, ജീപ്പ് എടുത്ത് നേരെ ഇങ്ങോട്ട് വരണം. ഇവിടെ വന്നതിന് ശേഷം ഒരാൾക്ക് 250 രൂപ ടിക്കറ്റ് എടുത്ത് ഇവിടെ അവർ പറഞ്ഞേക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരു 5-6 ആക്ടിവിറ്റീസ് ഉണ്ട്. അത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എക്സ്ട്രാ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെന്റ് നമ്മൾ കൊടുത്ത് തന്നെ എടുക്കണം അല്ലേ? അതെ, കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് ആദ്യം പോവാം അല്ലേ? യെസ്. സോ അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോവുകയാണ്. ഇവിടെ 2 ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇതിന് മുന്നേ പോയിട്ടുണ്ട്, പക്ഷെ നമുക്ക് വലിയ പിടിയൊന്നുമില്ല, അന്നത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. 2 ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ഒന്ന് ഇവിടെയും ഉണ്ട്, പിന്നെ ഒന്ന് മുകളിലോട്ട് കുറച്ചും കൂടെ പോകുമ്പോൾ ഉണ്ട്. 2 ഉണ്ട്. അപ്പോൾ ഇത് എനിക്കൊന്ന് ഇതിൽ ആക്ടിവിറ്റീസ് കുറവാണ് അല്ലേ? ഇതിൽ ആക്ടിവിറ്റീസ് കൂടുതലാണ്. ആദ്യം കാണുന്നതിൽ ആക്ടിവിറ്റീസ് കൂടുതലാണ്. പിന്നെയും കുറച്ചും കൂടെ മുകളിലോട്ട് പോകുന്ന സമയത്ത് അവിടെ കുറച്ചും കൂടെ ലെന്ത് കൂടുതലാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ, പക്ഷേ ആക്ടിവിറ്റീസ് കുറവാണ്. സോ നമ്മളിവിടെ ആക്ടിവിറ്റീസ് കൂടുതലുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. നമ്മളിവിടെ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല, 250 രൂപ പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ഒന്ന് വ്യൂ പോയിന്റ് നമുക്ക് കാണാം, സ്കൈ വാക്ക് ഉണ്ട്, പിന്നെ ഫ്രീ വാക്ക്, ഹൊറിസോണ്ടൽ ലാഡർ, കേവ്, ഗ്ലാസ് ബ്രിഡ്ജ്. കേവ് നോക്കാം, എന്താണെന്ന് അറിയില്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യം നമുക്ക് ചെയ്യാം. അല്ലാതെ സിപ്പ് ലൈനും പിന്നെ അതുപോലെ തന്നെ സൈക്കിളിൽ കൂടെ പോകുന്നതിന്റെ പേരെന്താ? സ്കൈ വാക്ക്. അതൊക്കെ നമ്മൾ എന്താ പറയുക, എക്സ്ട്രാ 200 റുപ്പീസ് പെർ പേഴ്സൺ, 200 റുപ്പീസ് കൊടുത്ത് നമുക്ക് കയറേണ്ടി വരും. ഓക്കെ, ഇതൊക്കെ ഫ്രീ ആണ്, കുഴപ്പമുള്ള കാര്യമില്ല. 250 രൂപ. പിന്നെ ജീപ്പിനുണ്ട്. ജീപ്പ് ഇവിടെ വരെ പോയിട്ട് തിരിച്ചു വരുന്നതിന് ഒരു ജീപ്പിന് 1250 രൂപയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 1250 നമ്മൾ കൊടുക്കണം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഷെയർ അടിക്കാൻ വേണ്ടി വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു, കർണാടകയിൽ നിന്ന് ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. സോ അവരുടെ കൂടെ നമ്മൾ ഷെയർ അടിച്ചാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് 500 രൂപ ആയതേ ഉള്ളൂ. 250 രൂപ വെച്ചിട്ട് 500 ആയതേ ഉള്ളൂ. ടോട്ടൽ 5 പേരുണ്ടായിരുന്നു ആ ജീപ്പിൻ്റെ അകത്ത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജീപ്പ് കംപ്ലീറ്റ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 1250 രൂപ കൊടുക്കണം. പക്ഷേ ഷെയർ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഗുണമായിരിക്കും. അതെ അതെ, പിന്നെ വേറെ കുഴപ്പമില്ല. ഒരു മണിക്കൂറോ 3/4 മണിക്കൂറോ എന്താ ഇവിടെ ഹോൾട്ട് ഉണ്ട്. അത് വരെ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് നമുക്ക് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ പോകണം, തിരിച്ചു പോകാം. അതെ, തിരക്ക് കുറവാണ്. നമ്മൾ മറ്റേ ബോച്ചയുടെ അവിടെ പോയിരുന്ന സമയത്തും അവിടെയും തിരക്ക് കുറവാണ്. ആ കൂടെ നമ്മളും പിന്നെ 1-2 ഗസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബോച്ചയുടെ 1000 ഏക്കർ കൊള്ളായിരുന്നു അവിടെ. അപ്പോൾ അത് കണ്ടുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. എനിക്ക് കുറച്ച് പ്രശ്നമാണ്, എന്തോ പോലെ ടെൻഡൻസി മാത്രമേ ഉള്ളൂ, വോമിറ്റ് ചെയ്തില്ല. കുഴപ്പമില്ല. നമ്മൾ ഇനി എന്തായാലും ഇതും കൂടെ എക്സ്പ്ലോർ ചെയ്യുക, പിന്നെ പോവുക. പിന്നെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതുമായിട്ട് പോവുക. ഞാൻ ഇവിടെ മുന്നേ 2 വർഷം മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ, അമ്മയും ഡാഡിയായിട്ട്. അപ്പം എനിക്കിപ്പോൾ ആ ഒരു മൊമെന്റ്സ് ഒക്കെ ഓർമ്മ വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഗസ്റ്റുകൾ കുറവായതുകൊണ്ട് 5 മിനിറ്റ് സമയമൊക്കെ ഉണ്ടാവും നിൽക്കാനായിട്ട്. അടിപൊളിയാണ്. ആ അറ്റത്ത് എത്തിക്കഴിയുമ്പോൾ നല്ല വ്യൂ ആണ് അവിടെ. ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ ആക്ച്വലി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ വന്നതൊരു ഇപ്പോൾ ഒരു 3 മണി ആവാറായല്ലേ? 3 മണി ടൈമിലാണ്. ഈ ടൈമല്ല, ഒരു 5-5:30 വന്നാൽ പൊള്ളിയായിരിക്കും. നല്ല തണുപ്പും നല്ല കാടും കണ്ട ഉൾക്കാടൊക്കെ നോക്കി കാണുന്നേ അങ്ങോട്ടൊക്കെ. ഇറ്റ്സ് ടു ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഈ അറ്റത്താണ്. ഇവിടെ നല്ല രസാട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഈവനിങ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് വന്നു കഴിയുമ്പോൾ നല്ല തണുപ്പും. നട്ടുച്ചയല്ല, 3 മണിയായി. ഉച്ചയാണ്, നല്ല വെയിലുണ്ട്. പക്ഷെ ഈ ഒരു ഇതല്ല, ഈവനിങ്ങോ അല്ലെങ്കിൽ മോർണിംഗോ വന്നാൽ നല്ല രസമായിരിക്കും. നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ഉണ്ടാവും. കൊള്ളാം കേട്ടോ. പക്ഷെ ഇത് കുറച്ചും കൂടെ നീളം വേണമായിരുന്നില്ലേ? കുറച്ചും കൂടെ നടുക്കോട്ടുണ്ടായിരുന്നെങ്കിൽ നടുക്കിനി കാട്ടിലോട്ടാ. അല്ല, കുറച്ചും കൂടെ
അരുവിയോ പുഴ എന്തോ നല്ല ശബ്ദം ഇവിടെ കേൾക്കാം. അതെ, അത് നല്ല രസമായി. വൈകുന്നേരം കിളികളുടെ ഇവിടെ ശബ്ദം, നല്ല മല, തൊട്ടപ്പുറത്ത് നല്ല മലയും മലനിരകളും. പുൽമേടാണ് അതില്, അതറിഞ്ഞൂടെ. പുൽമേട്. ഓക്കെ, നമ്മളങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ട്. ഞാൻ 2 years മുന്നോട് വന്നിട്ടുണ്ട്. അതേ ഫീൽ തന്നെയാണ്, അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇറ്റ് വാസ് നൈസ്. എല്ലാവരും ഇഷ്ടപ്പെട്ടില്ലേ? ഫസ്റ്റ് കുറച്ചുകൂടെ നീളം വെക്കണമായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിന്. കുറച്ചുകൂടി നീളമുള്ളത് ഉണ്ടെന്ന് തോന്നുന്നു. അത് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ഓക്കെ. റൈഫിൾ ഷൂട്ടിംഗ് നോക്കട്ടെ. അർജുനൻ പണ്ട് മഹാഭാരതത്തില് ഏറ്റവും വലിയ ഷൂട്ടർ ആയിരുന്നല്ലോ, അമ്പും വില്ലും. അതുകൊണ്ട് നോക്കട്ടെ ഈ അർജുൻ്റെ എങ്ങനെയുണ്ടെന്ന് ഷൂട്ടിംഗ് എല്ലാം. നല്ല അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലേക്ക് ഷൂട്ട് ചെയ്യാം. അത്ര ഡിസ്റ്റൻസിലേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? കമോൺ, യെസ്. ആ ഓ, അവിടെ എത്തിയില്ല, അങ്ങോട്ട് എത്തിയില്ല അമ്പ്. കുഴപ്പമില്ല, നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്യും. അവിടെയാണ് നമുക്ക് പോയിന്റിലാണ് എത്തിക്കേണ്ടത്. അതെ, അർജുന ഇവിടെ ഒന്ന് പരിശ്രമിച്ചു. എനിക്ക് വിശക്കുണ്ട്, ഞാൻ പോണ്. യെസ്. ഓ ഗോഡ്, ഇറ്റ് റിയലി ഹിറ്റ്. കൊണ്ടു, അമ്പ് കൊണ്ടു ഗൈസ്, അമ്പ് കൊണ്ടിരിക്കുന്നു. പൊളി പൊളി പൊളി. കൺഗ്രാറ്റുലേഷൻസ്, മൈ ബോയ് ഹാസ് ഡൺ ദാറ്റ്. ഓഫ്, അപ്പൊ എനിക്ക് തോന്നുന്നു മഹാഭാരതത്തിലെ അർജുനന്റെ ഇനി പുനർജന്മം എങ്ങാനാണോ ഇത്? എനിക്ക് വയ്യ. ഓ, സെക്കൻഡ് ടൈം. പൊളി പൊളി, സെക്കൻഡ് ടൈം മതി. എന്താണ് ചെയ്യണം? അപ്പൊ ഇതെങ്ങനെ വിരിച്ചിട്ട്? ഓ, ഇങ്ങനെ. ഓക്കെ, ഫൈൻ. ഐ ജസ്റ്റ് ഗോട്ട് ഇറ്റ്. ഇതെന്താ പോവാത്ത ചേട്ടാ? സ്വിച്ച് ഇട്, അപ്പൊ പോവും. പോവാത്തെന്താ? വില്ലെന്താ പോവാത്തെ? പോ വിട്. ഓ ഗോഡ്, ഐ ഗോട്ട് ഇറ്റ്. ഞാൻ അടുത്തത് ട്രൈ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി ലാഡർ സ്കൈ വാക്ക് ആണ് അടുത്ത ആക്ടിവിറ്റി. താഴെ അരുവിയും കാടും ഇതൊക്കെയാണ്. അപ്പൊ അതിന്റെ മേലെ ലാഡർ വാക്കാണ്. വിടലൊന്നുമില്ല, നമ്മൾ പതുക്കെ നടന്നു പോലും. രണ്ട് കൈയും പിടിച്ച് പോകണം, എടുത്തോണ്ട് പോവല്ലത്. വന്നോ, തിരിച്ചു വന്നോ. ഓക്കെ, അപ്പൊ നമ്മള് ഒരു വ്യൂ പോയിന്റിൽ എത്തിയേക്കാണ്. അതിന്റെ കിതപ്പാണ് കേട്ടോ കയറി വന്നതിന്റെ. ദാ അവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ബാക്കിൽ കാണാൻ പറ്റുന്ന കാണാൻ ഒരു വ്യൂ പോയിന്റ് ആണ്. പക്ഷെ അതിന് കുറച്ച് കയറി വരണം. നമ്മളെ കാത്ത് ഡ്രൈവർ ചേട്ടാ അവിടെ നിൽക്കുകയാണ്. അതെ, നമുക്ക് അങ്ങോട്ട് പോകണം. വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പം അങ്ങോട്ട് ചെല്ലിക്കാം. അതെ, അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ 900 കണ്ടി. ഓക്കെ, അങ്ങനെ ഞാനും അർജുനും കൂടി ഓഫ് റോഡ് ത്രൂ തന്നെ നമ്മൾ ജീപ്പിൽ തന്നെ അവരവിടെ വെയിറ്റ് ചെയ്യും. തിരിച്ചെത്തി നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്പോട്ടിലോട്ടാണ് അവർ എത്തിക്കുക. നമ്മളിത് എന്നിട്ട് വിശന്ന് വലങ്ങിയിരിക്കുകയാണ്. സമയം എനിക്ക് തോന്നുന്നു അതെ 4:30 ആവാറായി. അപ്പം ഞങ്ങളൊരു സർബത്തും പെപ്സിയും കുടിച്ചു കടയിൽ നിന്ന്. ഇവിടെ അടുത്ത് തന്നെ ഒരു കട, പിന്നെ അവിടെ തന്നെ ഞങ്ങൾ കഴിക്കാൻ കയറി. അതിൽ വേറെ ഏതോ സ്പോട്ട് പറഞ്ഞു കഴിക്കാൻ പോകാനായിട്ട്.
അത് ഇവിടെ നിന്നല്ലേ, ഇവിടെ കുറച്ച് പോകണം. മുട്ടിൽ ന്യൂ ടോപ്പ് ഫോം അല്ലേ, ടോപ്പ് ഫോമോ ന്യൂ ഫോമോ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. പക്ഷെ അവിടെ വരെ പോകാനുള്ള ക്ഷമ ഇല്ല, എനിക്കില്ല. ഞാൻ പറഞ്ഞു അർജുട്ടാ എനിക്ക് വെച്ചിട്ട് വയ്യ, കഴിക്കണം എന്ന് പറഞ്ഞു. 4 മണിക്ക് ഊണ് കിട്ടി. അതെ, ഭാഗ്യത്തിനൾക്ക് ഊണ് കിട്ടി. ഊണ്, സാമ്പാർ, അർജുട്ടൻ മീൻകറിയാണ് എടുത്തേട്ടോ. മീൻകറി, ഫിഷ് ഫ്രൈ, അയില ഫ്രൈ, പിന്നെ ക്യാബേജ്, പപ്പടം എല്ലാം ഉള്ള ഊണ് കിട്ടി. ഓംലെറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഊണ് കിട്ടിയ സന്തോഷത്തിലാണ്. ഇവിടെ ഊണും ബിരിയാണി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. യെസ്, നമ്മളിപ്പോൾ പൂക്കോട് ലേക്കിലാണ് വന്നേക്കുന്നത്. പൂക്കോട് ലേക്ക് ടൂറിസ്റ്റ് സ്പോട്ടിലാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 6 മണിയായി. നമ്മൾ എന്താ അർജുട്ടാ കയറാതിരിക്കുന്നത്? ക്ലോസ് ചെയ്തു. 5 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ എൻട്രി, 5:30 വരെ ഉണ്ടായിരുന്നുള്ളൂ എൻട്രി. ഇപ്പം 6 മണിയായി. അപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല, ക്ലോസ് ചെയ്തു. ഇവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചായ കുടിച്ച് നമ്മുടെ വിഷമം തീർക്കാം. അർജുട്ടൻ അവിടെ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഷോപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ചുമ്മാ ഇവിടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ച് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഓപ്ഷൻ ഇല്ല, അടച്ചുപോയി. നല്ല ഫ്രെയിം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് കാണിച്ചത്, നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ. പക്ഷെ ഇന്നത്തെ ഡേ നല്ലതായിരുന്നു. അല്ല അർജുട്ടാ, അടിപൊളിയായിരുന്നില്ലേ? അതെ, വയ്യാണ്ടായി. എനിക്കും വയ്യാണ്ടായി. എനിക്കും ഭയങ്കര ക്ഷീണം, എന്താണെന്ന് അറിഞ്ഞൂടാ. കുറെ നടന്നു അല്ലേ. പിന്നെ നമ്മൾ കുറച്ച് മുന്നാണ് ചോറ് കഴിച്ചത്, ഭക്ഷണം കഴിച്ചാൽ നമ്മൾ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് വയ്യ, ടയേർഡായി. അവിടെ ഒരു ബേർഡ് സ്റ്റേഷനൊക്കെ ഉണ്ടല്ലേ? അവിടെ ഒരു ബേർഡ് സ്റ്റേഷനൊക്കെ ഉണ്ട്, പൂക്കോട് ബേർഡ് സ്റ്റേഷൻ. അങ്ങോട്ട് പോകുന്നുണ്ടോ നമ്മള്? അവിടെ ഒരു ഓസ്ട്രിച്ച് അല്ലേ, ഇത് ഓസ്ട്രിച്ച് ബേർഡ് സ്റ്റേഷൻ ഉണ്ട്. ഓസ്ട്രിച്ച് ഒക്കെ ഉണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. പിന്നെ കുറച്ച് ഫിഷസും അങ്ങനെയൊക്കെ. ബേർഡ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമ്മളെ കയറ്റി വിടില്ല എന്ന് പറഞ്ഞു, ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, കൂൾ. ചായ കുടിക്കാൻ പോണോ ചേട്ടാ? അമ്മേ, നമ്മുടെ ലോകം ഉണ്ട്, കാണുന്നവര് കൂട്ടുമായിട്ട് പോവും. രണ്ടാളും ടയേർഡാണ് കേട്ടോ, അതുകൊണ്ടാണ്. യെസ്, നമ്മളപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇരിക്കാന്ന് വെച്ചു, ഇരുന്ന് ചില്ലിയാന്ന് വെച്ചു. അത്രേ ഉള്ളൂ. പൂക്കോട് കാണാൻ പറ്റിയില്ല. അപ്പം നമ്മളിപ്പോൾ പൂക്കോട് വന്നിട്ട് നമുക്ക് കയറാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ നമ്മളിവിടെ വേറൊരു സംഭവം കണ്ട്. അർജുവേട്ടൻ ഫേസ് ഡ്രോയിങ്ങിന് ഇരുന്നിട്ടുണ്ട്. നമുക്കിവിടെ ഫേസ് ഡ്രോയിങ്, അതുപോലെ മൊബൈൽ പിക്ക് ഡ്രോയിങ്, കപ്പിൾ അങ്ങനെയൊക്കെ ഡ്രോയിങ് ചെയ്ത് തരും. അപ്പോൾ നമ്മളതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ ഇത് മുന്നേ ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ അർജുവേട്ടൻ ചെയ്തിട്ടില്ല. മുന്നേ എപ്പോഴും പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അർജുൻ്റെ ഫേസ് ഡ്രോ ചെയ്യാമെന്ന്. അങ്ങനെ ചേട്ടനാണ് ചെയ്യണത്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? അബ്ദുൾ അസീസ് എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ അത് അർജുട്ട് ഇരുന്ന് കൊടുക്കുകയാണ് ഡ്രോയിങ്. അപ്പോൾ ഞാൻ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ അർജുന ആദ്യമായിട്ടാണ് ഇത്രയും ക്ഷമയോടുകൂടി അനങ്ങാതിരിക്കണത് ഞാൻ കാണുന്നത് എൻ്റെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇപ്പോഴേ കിട്ടി. നമ്മൾ റിയാക്ഷൻ പുറത്ത് പെട്ടെന്ന് ഇരുട്ടായതുകൊണ്ട് നമ്മൾ കാറിൻ്റെ അകത്ത് വെച്ച് കാണിക്കാന്ന് വെച്ചു. ഇതാണ് ആള്. ഇയാളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണ് സത്യം. ഇതാരാന്ന് ഞാൻ പറഞ്ഞുതരാം. സിനിമാ നടൻ ബാലു വർഗീസ്. എനിക്കതാ മനസ്സിലായത്. ഞാൻ എനിക്കൊരു ഇവിടെ വരെ എത്തിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് മറ്റേ മലയാളം ആക്ടർ ഹണി ബി മൂവിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ബാലു വർഗീസ്. അതേ ചായ എനിക്ക് ഫീൽ ചെയ്യണത്. കാരണം അർജുന്റെ കണ്ണില് ഇങ്ങനെ ഒരു അണ്ടർ ഐ ബാഗ്സ് ഉണ്ട്. ഈ അണ്ടർ ഐ ബാഗ്സ് അർജുന്റെ കണ്ണിലില്ല. ചിരിക്കുമ്പോ മാത്രം അത് വിസിബിൾ ആയില്ല. മാത്രം ഉണ്ട കണ്ണാണ് ഇത്. അർജുന്റെ കണ്ണ് ഉണ്ട കണ്ണല്ല. മൂക്ക് അയാൾ ഇതിലും റൗണ്ട് ആക്കി വരച്ചത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു അർജുന്റെ മൂക്ക് പോയിന്റഡ് ആണ്. കാരണം എന്റെ മൂക്ക് പോലെയല്ല അർജുന്റെ മൂക്ക്, കുറച്ച് പോയിന്റഡ് ആണ്. താഴോട്ട് ഇറങ്ങി കിടക്കുന്ന മൂക്കാ. പിന്നെ ഈ ഒരു പോർഷൻ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ്
കറക്റ്റ് ആയിട്ടാണ് തോന്നുന്നു ഈ ഒരു പോർഷൻ. ചെവി ഓക്കെ, ചെവി മുടി ഓൾമോസ്റ്റ് ഓക്കെ എന്ന് പറയാം, പക്ഷെ ഈ പോർഷൻ ഒന്നും കറക്റ്റ് അല്ല. ഈ ഫോട്ടോയിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ബാലു വർഗീസ് ആണത്. ഇത് എനിക്ക് പരിചയമുള്ള ആരെങ്കിലും ഈ ഫോട്ടോയില് സാമ്യമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഫോട്ടോ ഫ്രീ ആയിട്ട് കൊടുക്കും. എനിക്കിത് ബാലു വർഗീസിനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇത് വരച്ച ആള്, പിന്നെ ഞാൻ അവിടെ വെച്ച് കൊറേ ഇങ്ങനെ ചിരിച്ച് അർജുവേട്ടനെ മറ്റേ പേഷ്യൻസ് ആയിട്ട് ഇരുട്ടുമായി പെട്ടെന്ന്, അപ്പൊ ആളെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഫോണിന്റെ ക്യാമറ അല്ല, ആള് നല്ല ആർട്ടിസ്റ്റ് ആണ് കേട്ടോ, ഞാൻ അത് കളിയാക്കല്ല. ഹീസ് എ ഗുഡ് ആർട്ടിസ്റ്റ്. ബിക്കോസ് നമ്മള് പോകുമ്പോ ആളൊരു കുട്ടീനെ വരച്ചോണ്ടിരിക്കുകയായിരുന്നു, അത് നല്ല അടിപൊളിയുണ്ട്. ഇതും അടിപൊളിയായിട്ട് ആള് വരച്ചിട്ടുണ്ട്, പക്ഷെ ഇതല്ല അർജുവേട്ടൻ. അത്ര ഉള്ള പ്രശ്നം. ഇങ്ങനെ ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഇത് ഫീച്ചേഴ്സ് എല്ലാം അടിപൊളിയായിട്ട് ആള് ചെയ്തു, പക്ഷെ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയല്ല അർജുവേട്ടൻ. ഈ സ്കെച്ച് അല്ല അർജുവേട്ടന്റെ ഫേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതെ, അപ്പൊ അതാണ് നമ്മുടെ പെൻസിൽ ഡ്രോയിങ് അല്ലെങ്കിൽ സ്കെച്ചിന്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. 300 rupees ആണ്. കപ്പിളിനാണെങ്കിൽ 600 എന്തോ ഉണ്ട്. അപ്പൊ അർജുനൻ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ, ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, കാരണം എനിക്കറിയാം ഇത് ഇങ്ങനെ. ഇതിന് മുന്നേ ട്രൈ ചെയ്തപ്പോഴും ഒരാൾ വരച്ചപ്പോഴും എനിക്ക് ഫീൽ ചെയ്തില്ല അത് എന്റെ ഫേസ് ആണ്. അപ്പൊ മേ ബി ഒരേ കറക്റ്റ് പോലെ വരയ്ക്കാൻ സ്കെച്ച് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവാം. ഇത് സ്കെച്ച് ചെയ്തു, പക്ഷെ ഫീച്ചേഴ്സ് വളരെ വ്യത്യാസമാണ് അർജുന്റെ ഫീച്ചേഴ്സ്. ദിസ് ലുക്സ് ലൈക്ക് സമ്മൺ എൽസ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അതാണ് ഇപ്പോൾ നമ്മുടെ ഈ സ്കെച്ച് ഡ്രോയിങ്ങിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ നമ്മൾ പൂക്കോടുന്ന് വി ആർ ഗോയിങ് ബാക്ക്. ഇനി ഇന്ന് വേറെ പ്ലാൻസ് ഒന്നും ഇല്ലല്ലോ, വേറെ പ്ലാൻസ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ വ്ലോഗ് എൻഡ് ചെയ്യാം. അപ്പൊ യാ കമോൺ, ഞാൻ എല്ലാ വട്ടം ഞാൻ എൻഡ് ചെയ്യുന്നത്. സോ ഹിയർ ഇസ് യുവർ ചാൻസ്. അല്ല, ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മറക്കാതെ ചെയ്യുക. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നമ്മൾ ഇതുപോലത്തെ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. ആൻഡ് ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. അപ്പം അത്രയേ ഉള്ളൂ. അൺടിൽ നെക്സ്റ്റ് ടൈം, സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് Aish Arjun signing off. Bye.